നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് തൊട്ടുപിന്നിലുള്ള സ്ക്രീനിൽ കാണുന്ന ചിത്രം കോട്ടയം കോടിമത രണ്ടാം പാലത്തിന്റെ ചിത്രമാണ്. കാട് പിടിച്ച് ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 വർഷത്തോളം ആവുകയാണ്. 2015 കോടിമത രണ്ടാം പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പിന്നീട് ഒരു പ്രവർത്തനങ്ങളും ഇല്ലാതെ കാട് പിടിച്ച് ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണ്. എന്തായാലും 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും ഇതിന് പിന്നിലും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമുക്ക് അതിന്റെ ചരിത്രങ്ങളൊന്ന് നോക്കാം. 9 വർഷമായി പാതി വഴിയിൽ മുടങ്ങിയ കോടിമത രണ്ടാം പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. പഴയ കരാറുകാരന് തന്നെയാണ് പുതിയ നിർമ്മാണ ചുമതല. 10 കോടിയിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്ന പാലത്തിന് ഇപ്പോൾ 17 കോടിയാണ് ചെലവ് കണക്കാക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെയാണ് പാല നിർമ്മാണം തുടങ്ങുന്നത്. ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നടത്തിയ ചർച്ചയിലാണ് പാലം പണി പുനരാരംഭിക്കാൻ ധാരണയായത്. 18 മാസം നിർമ്മാണ കാലാവധി നിശ്ചയിച്ച് 2015 ഓഗസ്റ്റിലായിരുന്നു കോടിമത രണ്ടാം പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കോടിമത ഭാഗത്തെ MC റോഡ് വികസനത്തോടൊപ്പം പാലവും പൂർത്തിയാക്കാനായിരുന്നു ശ്രമം. പാലത്തിന് താഴെയായി താമസിച്ചിരുന്ന 2 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള അധികൃതരുടെ ശ്രമം ഫലം കാണാത്തതിനെ തുടർന്ന് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇതിനിടെ MC റോഡ് നവീകരണം KSTP പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതോടെ പകുതി നിർമ്മിച്ച പാലം നോക്കുകുത്തിയായി. മന്ത്രി മുഹമ്മദ് റിയാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നടത്തിയ ചർച്ചയിൽ സ്ഥലം ഏറ്റെടുത്ത് എസ്റ്റിമേറ്റ് പുതുക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ക്ഷണിച്ച ടെൻഡറിലാണ് നിർമ്മാണം പുനരാരംഭിക്കാൻ ധാരണയായത്. കോടിമത രണ്ടാം പാലം യാഥാർത്ഥ്യമാകുന്നതോടെ MC റോഡിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. എന്തായാലും കോട്ടയംകാർക്ക് ഒരുപാട് വികസന പദ്ധതികൾ മുന്നോട്ട് വന്നെങ്കിലും പലതും പാതി വഴിയിൽ നിന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കോടിമത രണ്ടാം പാലത്തിന്റെ നിർമ്മാണം 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുമ്പോൾ അത് കോട്ടയംകാർക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് നൽകുന്നത്. അവരുടെ ഗതാഗത കുരുക്കുകൾക്ക് ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോട്ടയത്ത് ഇനിയും ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.